തൃശൂരിൽ മദ്യപാനികൾ ഓടിച്ച് ലോറിക്കടിയിൽപ്പെട്ട് 5 പേർ മരിക്കാനിടയാക്കിയ സംഭവം സാവകാശം പിന്നിലോട്ട് ഓടിച്ചു നോക്കിയാൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മദ്യത്തിന് വിലക്കുറവുള്ള മാഹിയിൽ നിന്ന് കുടിച്ചിറങ്ങിയവർ വിവിധ ദിക്കുകളിലേക്ക് ഓടിച്ചുകൊണ്ടുപോയ വാഹനങ്ങളിൽ ഒന്നാണ് തൃശൂരിൽ 5 പേരുടെ പ്രാണനെടുത്തത്. മറ്റുള്ളവ ആരുടെയോ ഭാഗ്യത്തിന് അപകടത്തിൽപ്പെട്ടില്ലെന്നേയുള്ളൂ. 2, മാഹി മുതൽ തൃശൂർ വരെ 150 കിലോമീറ്ററോളം വഴിയിൽ 6-7 മണിക്കൂറിനുള്ളിൽ ഒരിടത്തും പോലും പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതോ ഓടിച്ചയാൾക്ക് ലൈസൻസ് ഇല്ലാത്തതോ കണ്ടെത്തുമായിരുന്നു. 5 മനുഷ്യർ പതിവ് പോലെ ഉറങ്ങി എഴുന്നേൽക്കുമായിരുന്നു. മറ്റൊന്നും കൂടെ പറയേണ്ടതുണ്ട്. അത് മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കുന്നവരോടാണ്. അപകട സാധ്യതയുണ്ടെന്ന് ഉറപ്പായിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ പുറപ്പെടുന്നത് മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ്. പ്രമുഖരാണെങ്കിൽ പോലീസിനും തടയാനാവാത്ത കൊട്ടേഷൻ സംഘം. രാജ്യത്ത് നടക്കുന്ന ഓരോ അപകടത്തിനും ഓരോ കാരണമായിരിക്കും. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ചുള്ള അപകടത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: ലക്കുകെട്ടയാൾ വാഹനം ഓടിച്ചു. പോലീസ് പരിശോധന കർക്കശമാക്കണം. ആർക്കും ഒഴിവ് കൊടുക്കരുത്. 2019 തിരുവനന്തപുരത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച് മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ കൊന്ന കേസിൽ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി സർക്കാരും ഉദ്യോഗസ്ഥരും നടത്തിയ അട്ടിമറിയിൽ കേരളം നടുങ്ങിയതാണ്. എല്ലാ തെളിവുകളും ഇല്ലാതാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തുവെന്നാണ് ആരോപണമുയർന്നത്. സർക്കാരിലോ പാർട്ടിയിലോ പിടിപാടുള്ള ഉന്നതരുടെ വാഹനം പരിശോധിക്കുന്നത് കേരളത്തിൽ എളുപ്പമല്ല. അത്തരം സ്വാധീനമൊന്നുമില്ലെന്ന് കരുതുന്നതിനാൽ നാട്ടികയിൽ അപകടമുണ്ടാക്കിയവർ ശിക്ഷിക്കപ്പെട്ടേക്കും. ട്രെയിൻ ലോക്കോ പൈലറ്റ്മാർ, KSRTC, സ്വകാര്യ ബസ്, സ്കൂൾ ബസ് ഡ്രൈവർമാർ എന്നിവർക്കൊക്കെ ലഹരി പരിശോധന തുടങ്ങിയതോടെ മദ്യപിച്ച് വാഹനം ഓടിക്കൽ കുറഞ്ഞിട്ടുണ്ട്. മാഹിക്കും തൃശ്ശൂരിനുമിടെ ഒരു പരിശോധനയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തൃശ്ശൂരിലെ കൂട്ടക്കൊലപാതകം ഉണ്ടാകുമായിരുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾ അവിടെ നിൽക്കട്ടെ. 5 മരണങ്ങളും പരിക്കേറ്റ മനുഷ്യരും ആശുപത്രിയിൽ പോകാൻ ഒരു വാഹനത്തിനായി ഓടി നടന്ന അച്ഛന്റെ നിസ്സഹായതയും ഒക്കെ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൽ ആത്മാർത്ഥതയില്ല. ഉണ്ടെങ്കിൽ മദ്യപിക്കുന്നവർ ഒരു തീരുമാനം എടുത്താൽ മതി. കൊല്ലപ്പെടാനിരിക്കുന്ന നിരവധി മനുഷ്യർ ആയുസ്സെത്തുവോളം ജീവിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ നാട്ടികയിലെ ചോരപ്പുഴയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സഹതാപം ആർക്ക് വേണം?